അപ്പം കൊണ്ട് ഒരു മകൻ പ്രാർത്ഥനയ്ക്ക് ചെന്നു. ഞാൻ അതിനെ വിളിക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥന എന്നാ, ഒരു 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ചെന്ന മകന്റെ കയ്യിൽ 5 അപ്പം ഉണ്ട്. ഞാൻ ചിന്തിക്കുന്നത് അതിനൊരു കൺവെർഷനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയാനായിട്ട് കഴിയും. 5 വാഗ്ദത്തങ്ങളുമായി ഒരു പ്രാർത്ഥനയ്ക്ക് ചെന്നിരിക്കുന്ന ഒരു മകനെ ഞാൻ കാണുകയാണ്. ദൈവമക്കളെ, നമ്മൾ ചെന്നിരിക്കുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്ക് ചെല്ലുന്നതിന് മുമ്പേ നമ്മളൊരു 5 അപ്പം ദൈവത്തിന്റെ വചനമായിട്ടാണ് ചിത്രീകരിക്കാതെ കാണുന്നത്, മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 5 അപ്പം, ഒരു ചുരുങ്ങിയതൊരു 4-5 വാഗ്ദത്തങ്ങളുമായിട്ട് നമ്മളൊന്ന് ചെന്നാൽ അത് ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. കർത്താവേ, ഈ തന്ന വാഗ്ദത്തങ്ങൾക്കായി സ്തോത്രം എന്ന് പറഞ്ഞ് അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ അതിനെ വാഴ്ത്തി നുറുക്കി അങ്ങ് തരുമ്പോ അതിലൊരു വലിയ വർധനവ് ഉണ്ടാകുകയാണ്, വലിയ അനുഗ്രഹം ഉണ്ടാകുകയാണ്. അങ്ങനെയാണെങ്കിൽ ഭക്ഷിച്ച് ആരാധിക്കാൻ കഴിയും, തൃപ്തി പ്രാപിക്കാൻ കഴിയും, ശേഷിപ്പുണ്ടാകാൻ കഴിയും. ഞാൻ അതിന് ഒരു വാക്ക് പറഞ്ഞോട്ടെ. അതിലെ ഒരു അപ്പനുറുക്കും മതി എന്നാ പറയുന്നത്. വിശ്വാസമുള്ള ഒരു സ്ത്രീ സഹോദരി പറയുന്നത്, മേശമേൽ നിന്ന് വീഴുന്ന ഒരു അപ്പനുറുക്കും മതി എന്റെ മകളെ രക്ഷിക്കാൻ കഴിയുന്ന ശക്തിയാണ് ഞാൻ തിരിച്ചറിയുക. അപ്പോ വാഗ്ദത്തത്തിന്റെ ഒരു നുറുക്ക് കിട്ടിയാൽ കർത്താവിന്റെ സന്നിധിയിൽ കൊടുക്കുമ്പോൾ കർത്താവ് നമ്മുടെ വാഗ്ദത്തങ്ങളെ നുറുക്കി തരും. പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു ബോധ്യമുണ്ട്, ആത്മാവിൽ ലഭിച്ച ബോധ്യമുണ്ട്. ഞാൻ പ്രാപിച്ചിരിക്കുന്ന ഒരു 4-5 വാഗ്ദത്തങ്ങൾ തിരുസന്നിധിയിൽ അർപ്പിച്ച് കർത്താവ് നുറുക്കി തരാൻ പോകുക. നുറുക്കി തരുമ്പോ എനിക്ക് മാത്രമല്ല, കൂടി വന്ന ജനം മുഴുവൻ അത് ഭക്ഷിക്കുകയും തൃപ്തിയടയും ഒരു ശേഷിപ്പ് കൊണ്ടുപോകും. ജയമാണ്. ഇത് തിരിച്ചറിഞ്ഞ പ്രിയപ്പെട്ടവർ ഓർക്കുക, ദൈവത്തിന് മഹത്വം കൊടുക്കണം. ആ കനാനിയ സ്ത്രീയെ പോലെ പറയണം, എന്താ പറയാനുള്ളത്? എനിക്ക് ഒരു നുറുക്ക് മതി എന്ന് പറഞ്ഞാൽ മതി. ഈ പറയുന്ന അപ്പം മുഴുവനൊന്നും കിട്ടിയില്ലെങ്കിലും അപ്പം വിഭജിച്ചു കഴിയുമ്പോൾ വാഗ്ദത്തം വിഭജിക്കാൻ പോകുക, പരിശുദ്ധാത്മാവ് വിഭജിച്ചു തരാൻ പോകുക. ചില വാഗ്ദത്തങ്ങൾ ഇന്ന് നുറുക്കാൻ പോകുക, നുറുക്കിയിട്ട് അത് വിതരണം ചെയ്യുക. അതിൽ നിന്ന് ഒരു കഷ്ണം എടുക്കാൻ എന്ന് തയ്യാറായാൽ ഒരു കഷ്ണം മതി. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് വേദം വന്നു. ആ നാഴിക മുതൽ തലമുറയ്ക്കൊരു അനുഗ്രഹം വന്നു. ആ നാഴിക മുതൽ ഭവനത്തിലെ ദുഷ്ടഅന്ധകാരം വിട്ടുപോയി. ആ നാഴിക മുതൽ അവളുടെ ജീവിതത്തിന്റെ ദുഃഖം മാറിപ്പോയി. ആ നാഴിക മുതൽ അവളുടെ ജീവിതം മാറ്റിമറിയപ്പെട്ടു. ആ നാഴിക മുതൽ അവൾ പ്രശംസിക്കപ്പെട്ടു. ആ നാഴിക മുതൽ കർത്താവ് അവളെ നിയന്ത്രിക്കാൻ തുടങ്ങി. അവളുടെ വിശ്വാസത്തെ പ്രശംസിക്കുന്ന അനുഭവങ്ങളായി എന്ന് പറഞ്ഞാൽ ആത്മീക സ്ഥിതിയിൽ ഒരു മാറ്റമുണ്ടായി. ഒരു അപ്പനുറുക്കിൽ ഉണ്ടായ ഇത്ര വലിയ അനുഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് തിരുവചനം വിവാഹിപ്പാനായി കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് അവൻ നുറുക്കി എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഈ വിഭജിക്കപ്പെട്ട അപ്പനുറുക്കുകളെ വിതരണം ചെയ്യാൻ പോവുക. ഓ സ്തോത്രം! ഞാൻ ആദ്യമായി കൊടുത്തത്, കർത്താവെ, ചില വാഗ്ദത്തങ്ങൾ അങ്ങയുടെ കയ്യിൽ വരികയാണ്. ഇതെല്ലാം എന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരണമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങളാണ്. അതോ ഒരു 4-5 എണ്ണമെങ്കിലും വായിക്കണമെന്ന് താല്പര്യമുണ്ട്. സമയം ലഭിക്കുകയാണെങ്കിൽ 6-7 ഒക്കെ വായിക്കാനായിട്ട് താല്പര്യമുണ്ട്. അതിനെ വിഭജിച്ച് അതിന്റെ ചില ഭാഗങ്ങൾ പ്രാപിപ്പാൻ ദൈവം നമ്മെ ഒരു സഹായിക്കുമാറാകട്ടെ. ഇന്ന് കർത്താവ് എന്നോട് ഇടപെട്ടത് മറ്റൊന്നുമല്ല, ഒരു ഹെഡിങ് എന്ന നിലയിൽ പറയുകയാണെങ്കിൽ ദ കൺവെർട്ടിംഗ് പവർ ഓഫ് ഗോഡ് ആണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവസ്ഥകളെ മാറ്റുന്ന ദൈവം. എന്താണോ സിറ്റുവേഷൻ, അതിനെ ചേഞ്ച് ആക്കാൻ കഴിയുന്നത് ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. എന്താ ഇരിക്കുന്നത് അത് അങ്ങനെ തുടരുകയല്ല, അതിന് മാറ്റം വരുത്തുന്ന ദൈവത്തിന്റെ ശക്തി ഇന്ന് ഏറ്റെടുക്കാൻ പോവുക. ഈ രാത്രിയിൽ ദൈവമക്കളെ നമ്മൾ ഏറ്റെടുക്കാൻ പോവുക. ഇതുവരെ ഉണ്ടായിരുന്ന സിറ്റുവേഷൻ ഒക്കെ ഒന്ന് മാറ്റി ചില ചേഞ്ച് വരുത്താൻ പോവുക. അത് ഓരോന്നോരോന്നായി പറയാനായിട്ട് താല്പര്യമാണ്. വായിക്കാം. ഒന്ന്, ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം 20-ാമത്തെ വാക്യം. ജനസിസ് ചാപ്റ്റർ 50 വേഴ്സ് 20. നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു, ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു. സ്തോത്രം! കർത്താവ് കാര്യങ്ങളെ രൂപാന്തരം വരുത്തുന്ന ദൈവമാണ്. കർത്താവ് ചെയ്യുന്ന അത്ഭുതം തന്നെ, ഒന്നാമത്തെ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ കാനാവിലെ കല്യാണ വീട്ടിലെ വെള്ളത്തെ വീഞ്ഞാക്കിയതാണ്. വെള്ളമാണ്. വെള്ളത്തെ കൺവെർട്ട് ചെയ്തപ്പോൾ അത് വൈനായിട്ട് മാറി. കയ്യിലുള്ളത് എന്താണോ അതിനെ കൺവെർട്ട് ചെയ്ത് തരുവാൻ, മാറ്റി തരുവാൻ, ഒന്നും കൂടെ പറഞ്ഞ ഒന്നുമല്ലാത്തതിനെ ബ്ലെസ്സിംഗ് ആക്കി മാറ്റുന്നതാണ് ദൈവത്തിന്റെ കൺവെർട്ടിംഗ് പവർ.
ദൈവത്തിന്റെ കൺവെർട്ടിംഗ് പവർ, രൂപാന്തരം വരുത്തുന്ന, അവസ്ഥ മാറ്റം വരുത്തുന്ന ദൈവത്തിന്റെ പവർ എന്താന്ന് ചോദിച്ചാൽ ഗുണമാക്കി അനുഗ്രഹമാക്കി മാറ്റും. ഇവിടെ നമ്മളിവിടെ വായിച്ചത് ഇങ്ങനെയാണ്, ദോഷം വിചാരിച്ചു ദോഷത്തെ ഗുണമാക്കി മാറ്റി. ദൈവം ചെയ്യാൻ പോവുകയാ. ഓ സ്തോത്രം. നമ്മൾ അനുഭവിക്കുന്ന ദോഷങ്ങൾ, ചിലര് നമുക്കെതിരെ വരുത്തിയ ദോഷങ്ങൾ, ആ ദോഷങ്ങളെ ദൈവം കൺവെർട്ട് ചെയ്യുന്ന ദിവസമാക്കുകയാണ്. ദൈവമോ ഇന്നുള്ളതുപോലെ, ഒന്നുകൂടെ ഞാൻ പറയുക, ഇന്ന് കൺവെർട്ട് ചെയ്യുന്ന ദിവസമാണ്. ഇപ്പോൾ ഇതുവരെ അനുഭവിച്ച ദോഷങ്ങൾ, ആ ദോഷങ്ങളെ മുഴുവൻ ദൈവം മാറ്റിയിട്ട് അതിനെയെല്ലാം ഗുണമാക്കി മാറ്റാൻ പോകുക. പോസിറ്റീവാക്കി മാറ്റുവാൻ, അനുഗ്രഹമാക്കി മാറ്റുവാൻ, വിടുതലാക്കി മാറ്റുവാൻ, ജയമാക്കി മാറ്റുവാൻ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുക. ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ പറഞ്ഞാട്ടെ, ആമേൻ. ഈ വചനത്തിൽ ഞാൻ ആമേൻ പറയുകയാണ്. കർത്താവേ, എന്റെ ജീവിതത്തിൽ ദുഷ്ട അന്ധകാരങ്ങൾ കൊണ്ടുവന്ന സകല ദോഷങ്ങളെയും കർത്താവെ കൺവെർട്ട് ചെയ്ത് അത് ഗുണമാക്കി തരുന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടെ പറയുന്നത് ജോസഫിന്റെ ചരിത്രമാണ്. ജോസഫിന്റെ ചരിത്രത്തിൽ ജോസഫിനെതിരെ ദോഷം വിചാരിച്ചത് മറ്റാരുമല്ല, രക്തബന്ധങ്ങളാണ് ദോഷം വിചാരിച്ചത്, സഹോദര വർഗങ്ങളാണ് ദോഷം വിചാരിച്ചത്. ഉറ്റവരും ഉടയവരിൽ നിന്നും ചില ദോഷം വിചാരിച്ചാൽ മതി, അവർ ദോഷം പ്രവർത്തിക്കണമെന്നില്ല. അത് നമുക്ക് ദോഷമായി ഭവിക്കുകയാണ്. ചിലതെല്ലാം ദോഷമായി ഭവിച്ചു. കാരണം എന്താ? ചിലർ വിചാരിച്ച് മനസ്സിൽ കൊണ്ടു നടക്കുക, നിനക്ക് ഗുണം വരരുത്, നിനക്ക് നന്മ വരരുത്, നീ ഇല്ലാതെയാകണം. നീ അനുഭവിക്കുന്ന നന്മകൾ, അപ്പനിൽ നിന്ന് ലഭിച്ച ചില നന്മകളുണ്ട് നിന്റെ കയ്യിൽ, അപ്പൻ നൽകിയ ചില അനുഗ്രഹങ്ങളുണ്ട്, ചില കുപ്പായങ്ങൾ നിനക്കുണ്ട്, കരുണയുടെ കുപ്പായമുണ്ട്, ദയയുടെ അനുഗ്രഹങ്ങളുണ്ട്, ചില നന്മകളുടെ അനുഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം കൊണ്ട് അസൂയപ്പെട്ട ചില വ്യക്തി ജീവിതങ്ങൾ വരുത്തുന്ന ദോഷ വിചാരങ്ങൾ നിനക്ക് ദോഷമായി ഭവിക്കാതെ വേണം. ആ ദോഷങ്ങളെ ദൈവം മാറ്റി രൂപാന്തരം വരുത്തുന്ന ദൈവത്തിന്റെ പവർ ഇന്ന് വ്യാപരിക്കുകയാണ്. ഈ പ്രാർത്ഥന അതിനു വേണ്ടിയിട്ടുള്ളതാണ്, ഈ പ്രാർത്ഥന അതിനു വേണ്ടിയിട്ടുള്ളതാണ്, ഈ പ്രാർത്ഥന അതിനു വേണ്ടിയിട്ടുള്ളതാണ്. വെള്ളത്തെ വൈനാക്കിയ അതേ ശക്തി, വെള്ളത്തെ വീഞ്ഞാക്കിയ അതേ ശക്തി, the converting power of Holy Spirit, the converting power of Jesus Christ, അത് ഇപ്പോൾ വ്യാപരിക്കുന്നു. ആമേൻ പറഞ്ഞ്, ആമേൻ പറഞ്ഞ് ആ ശക്തി ഏറ്റെടുത്താട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞത്, കർത്താവേ അങ്ങയുടെ ശക്തി എനിക്ക് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് മറ്റൊന്നുമല്ല, കർത്താവേ രൂപാന്തരം വരുത്തി തരണമേ, രൂപാന്തരം വരുത്തി തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കറിയാം, സഹോദരന്മാരെ ദോഷം വിചാരിക്കാം. മറ്റൊരു ശക്തിയുണ്ട്, അതിന് ബിബ്ലിക്കലായിട്ടൊരു നെയിം പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാൻ പറ്റും, ലാബാനി ശക്തി എന്ന് പറയും. എന്താ ലാബാനി ശക്തിയുടെ പരിപാടി? കർത്താവ് തടുത്തിട്ട് പറഞ്ഞു, ലാബാനോട് പറഞ്ഞു, നീ യാക്കോബിന്റെ പിന്നാലെ പോകുന്നുണ്ട്, ഒരു കാര്യം നീ ഓർക്കണം, അവന് ഗുണമാകട്ടെ ദോഷമാകട്ടെ നീ ചെയ്തു പോകരുത്. കർത്താവ് തടുത്തു. ദോഷം വിചാരിച്ചാണ് ഒരു മനുഷ്യൻ വരുന്നത്. ലാബാനി ശക്തി പിന്നാലെ വരുന്നത് ദോഷം വിചാരിച്ച. എന്താ ദോഷമെന്ന് അറിയാമോ? നീ ഇതുവരെ അധ്വാനിച്ചത് നഷ്ടമായി പോകണം, അത് തിരികെ പിടിക്കണം. നിന്റെ കയ്യിൽ ഒന്നുമില്ലാതെ നിന്നെ ശൂന്യനാക്കാൻ വേണ്ടി ദോഷം വിചാരിക്കുന്ന ലാബാന്യ ശക്തികൾ. അതിന് ഒന്നുകൂടെ പറയാം, അന്ധകാര ശക്തിക്കിട്ടൊരു പേരാണ് ലാബാനി ശക്തി. എന്താ ഈ അന്ധകാര ശക്തി ചെയ്യുന്നത്? നിന്നെ ശൂന്യമാക്കുകയാണ്, നിന്റെ എല്ലാം എടുത്തു കളഞ്ഞ് നിന്നെ ശൂന്യമാക്കുകയാണ്. അത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അടുത്ത ചിന്തയിലേക്ക് പോകുമ്പോൾ ഞാനത് ഒന്നുകൂടെ വ്യക്തമാക്കി പറയാം. ആ ശക്തിയെ ദൈവം തടുത്തിട്ട് പറഞ്ഞു, നീ ഗുണവും ചെയ്യണ്ട ദോഷവും ചെയ്യണ്ട. ഗുണം ചെയ്യുന്നത് ദുഷ്ട അന്ധകാരമാകരുത്. ദൈവമക്കളെ, നമ്മളൊന്ന് ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാ, ദുഷ്ടൻ തരുന്ന ഒരു ഗുണവും വേണ്ട എന്ന് പറയുന്നതാണ് ഭക്തന്റെ ശക്തി. ഒരു ഉദാഹരണം വേണമെങ്കിൽ പറയാം. അബ്രഹാം പറഞ്ഞു, സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കി എന്ന് പറയരുത്. സോദോം രാജാവിനെ പിശാചിന്റെ നിഴലായിട്ട് തന്നെയാണ് കാണുന്നത്. അന്ധകാരങ്ങൾ തരുന്ന ഒരു നന്മയും എനിക്ക് വേണ്ട, എന്റെ ഭവനത്തിൽ അന്ധകാരങ്ങൾ തരുന്ന ഒരു നന്മയും വേണ്ട. ഗുണം തരാൻ കഴിയുന്ന, യഥാർത്ഥ ഗുണം തരാൻ കഴിയുന്നത് ദൈവമാണെങ്കിൽ എന്നിൽ വ്യാപരിക്കേണ്ട, എന്റെ കുടുംബത്തിൽ വ്യാപരിക്കേണ്ട, എന്റെ തലമുറയിൽ വ്യാപരിക്കേണ്ട ശക്തി ഗുണമാക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ പവർ ആയിരിക്കണം. അതാണ് ഇന്നത്തെ ഈ വിഭജിക്കുമ്പോൾ ലഭിക്കുന്ന ഒരപ്പ നുറുക്ക്.
മനസ്സിലായ ദൈവമക്കൾ സ്തോത്രം ചെയ്ത് ആ അപ്പം നുറുക്കുന്നു ഭക്ഷിച്ചാട്ടെ, ആ അപ്പം നുറുക്കുന്നു ഭക്ഷിച്ചാട്ടെ. ആ സഹോദരി പറഞ്ഞ പോലെ ഈ ഒരു അപ്പം നുറുക്ക് മതി, എന്റെ തലമുറയ്ക്ക് ഗുണം വരികയാ. ദോഷം വിചാരിക്കുന്ന ഗുണത്തിന് പകരം ദോഷം വരുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എല്ലാം ശൂന്യമാക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടയന്ധകാരത്തിന്റെ പവർ എന്റെ വീട്ടിൽ വ്യാപരിക്കരുത്, എന്റെ തലമുറയിൽ വ്യാപരിക്കരുത്. പകരം കൺവെർട്ട് ചെയ്യാൻ കഴിയുന്ന ദൈവത്തിന്റെ അതിശയ ശക്തി, അത്ഭുത ശക്തി, മറ്റാർക്കും കഴിയാത്തത്, മറ്റാർക്കും കഴിയില്ല. ഇങ്ങനെ കൺവെർട്ട് ചെയ്യാൻ ഒരാൾക്കും കഴിയാതിരിക്കുമ്പോ ആ കഴിയുന്നതാണ് എന്റെ ദൈവത്തിന്റെ പവർ. ആ പവർ ഒന്ന് വ്യാപരിക്കട്ടെ. ആ പവർ വ്യാപരിക്കുമ്പോ നമുക്കറിയാം ദോഷം വിചാരിച്ചിടത്തൊക്കെ ഗുണമായി മാറും. ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകാനായിട്ട് താല്പര്യപ്പെടുക. അതായത് ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉണ്ട്. ജോലി എന്താണെന്ന് ചോദിച്ചാൽ സെക്യൂരിറ്റി ഗാർഡാണ്. ആ സെക്യൂരിറ്റി ഗാർഡിന്റെ ജോലി കളയാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ തയ്യാറാകുക. അതിനു വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ അസൂയപ്പെട്ട് ക്രമീകരണങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുക. ആ മനുഷ്യന്റെ പേര് മൊർദെഖായി എന്നാണ്. മൊർദെഖായിക്കെതിരെ പോരാടുന്ന ശക്തിയുടെ പേര് ഹാമാനി ശക്തി എന്ന് പറയാം. ഹാമാനി തന്ത്രം എന്താ അറിയോ? ഒരുത്തനെ അവന്റെ പദവിയിൽ നിന്ന് തള്ളിയിടുക, അവനെ ഇല്ലായ്മ ചെയ്യുക. സ്തോത്രം. ദോഷം വിചാരിച്ച് വീട്ടുമുറ്റത്ത് തന്നെ ഒരു വലിയ കഴുകുമരം പണിതുയർത്തുകയാണ്. 60 മുഴം ഉയരമുള്ള വലിയ കഴുകുമരങ്ങൾ. അത് പണിതുയർത്തുന്നത് എന്തിനാന്ന് ചോദിച്ചാ നിന്റെ പദവി ഇനി നീ കാണരുത്. സ്തോത്രം. സെക്യൂരിറ്റി ഗാർഡായിട്ട് നീ ഇനി അവിടെ കാണരുത്, നിന്നെ അവിടെ കാണാൻ പാടില്ല. അവിടെ നിന്നെ തള്ളിയിട്ട് നിന്നെ തൂക്കി ലജ്ജയാക്കി നാട്ടുകാരുടെ മുന്നിൽ അപമാന വിഷയമാക്കി മാറ്റുവാൻ വിചാരിക്കുന്ന ദുഷ്ടന്റെ ദോഷവിചാരങ്ങളെ എന്റെ ദൈവം ഗുണമാക്കുന്ന ഒരു രാത്രിയുണ്ട്. വിശ്വസിക്ക്. ഈ അപ്പനുറുക്കെന്ന് വിഭജിക്കുന്ന അപ്പനുറുക്കെന്ന് ഏറ്റെടുക്ക്. അപ്പനുറുക്ക് ചിലർക്ക് വേണ്ടി ദൈവം വിഭജിച്ചു തരിക. ഏറ്റെടുത്തോ. നിന്റെ അനുഭവങ്ങളെ നോക്കി കർത്താവ് പറയുക, ഇന്ന് രാത്രി അതിനെ ഗുണമാക്കി മാറ്റുവാൻ ദൈവം ചിലരുടെ ഉറക്കം കെടുത്തി, ചിലരെ കൊണ്ട് ചിലത് വായിപ്പിച്ച് നിനക്ക് വേണ്ടി ചിലത് ഒരുക്കാൻ പോകുക. എന്താ ഒരുക്കാൻ പോകുന്നത്? റോയൽ റോബ് അണിയിക്കാൻ പോകുക. സെക്യൂരിറ്റി ഗാർഡിന്റെ വസ്ത്രം മാറ്റി അതിനെ കൺവെർട്ട് ചെയ്ത് രാജാവിന്റെ വസ്ത്രം അണിയിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ കരം ഒന്ന് ചലിക്കട്ടെ. ഇന്ന് രാത്രി ചലിക്കുന്ന ദൈവത്തിന്റെ കരം. ഒറ്റ നൈറ്റിൽ സംഗതിയെ ചേഞ്ച് ആക്കാൻ കഴിയുന്ന ദൈവകരം. തികമന സദാരവൗടാജക. ആത്മാവിൽ ഞാൻ സന്തോഷിച്ച് തുള്ളുകയാ. ആരൊക്കെയോ വചനം കേൾക്കുന്ന ദൈവജനങ്ങൾ, ആരൊക്കെയോ ജീവിതത്തിൽ ഇന്ന് തന്നെ ഒരു വലിയ റിസൾട്ട് ലഭിക്കാൻ പോകുക. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ഏതാണ് വ്യാപരിക്കുന്ന ശക്തി? കൺവെർട്ടിംഗ് പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ചേഞ്ച് ആക്കാൻ കഴിയുന്ന ദൈവശക്തി തിരിച്ചറിയുന്ന ദൈവമക്കൾ ആമേൻ പറഞ്ഞ് സ്തുതിച്ചു തുടങ്ങിക്കോ. ഗ്ലോറി. ഹാമാനെ, നിന്റെ പദ്ധതി മാറ്റാൻ പോവുക. നിന്റെ പദ്ധതി മാറ്റി നീ ഉണ്ടാക്കിയ കുരുക്ക് നിന്റെ കഴുത്തിൽ വീഴും. മൊർദെഖായി ഉയർത്തപ്പെടും. മൊർദെഖായിയുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിന്ന ദോഷങ്ങളെ ഒന്നും ദൈവം കൺവെർട്ട് ചെയ്ത് അനുഗ്രഹമാക്കി മാറ്റിയെങ്കിൽ അതേ ദൈവം ഇന്നും ജീവിക്കുകയാണ്. ആ പദ്ധതി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അടുത്തത് പറയാൻ പോവുകയാണ്. ദൈവം കൺവെർട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം പറയാൻ പോവുകയാണ്. ഇയ്യോബിന്റെ പുസ്തകം 42-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങൾ. 9-ാം വാക്യത്തിന്റെ അവസാനം തൊട്ട് 10-ാം വാക്യം കൂടെ വായിക്കുകയാണ്. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെ യഹോവ ഇയ്യോബിനെ ഇരട്ടിയായി കൊടുത്തു. നല്ല പരിചയമുള്ള വാക്യ. ഈ കൺവെർട്ടിംഗ് പവർ ലഭിക്കാൻ വേണ്ടി ദൈവമക്കളെ എന്ത് ചെയ്യണം? ഒരു ഉത്തരം പറഞ്ഞിട്ട് ബാക്കി ഭാഗത്തേക്ക് പ്രവേശിക്കാൻ. തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിച്ചു. തനിക്ക് വേണ്ടിയല്ല. ഒന്നും കൂടെ പറഞ്ഞാൽ, വ്യക്തമായ ഭാഷയിൽ പറഞ്ഞ, മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവം ചിലത് കൺവെർട്ട് ചെയ്യാൻ പോകുക. മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നവർക്ക് വേണ്ടി ദൈവം ചിലത് കൺവെർട്ട് ചെയ്യാൻ പോകുക. ചിലത് മാറ്റാൻ പോകുക. ഇയ്യോബിന്റെ ജീവിതം നോക്കിയാൽ 3 അവസ്ഥകൾക്ക് കൂടെയാണ് ഇയ്യോബ് കടന്നുപോയത്. ഒന്ന്, എല്ലാം ഉണ്ടായിരുന്ന അവന്റെ അവസ്ഥ. അവന് മക്കളുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്ന ഒരവസ്ഥ. രണ്ടാമത്തെ അവസ്ഥ എന്താ വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ
എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ, എല്ലാം നഷ്ടപ്പെട്ടു പോയി. മൂന്നാമത്തെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ വായിച്ചത്, എല്ലാം ഇരട്ടിയായി ലഭിച്ച അവസ്ഥ. സ്തോത്രം. കൺവെർട്ട് ചെയ്ത് നോക്കിയേ, ശൂന്യമായതിനെ ഡബിളാക്കിയ ഒരു പദ്ധതിയാണ് ഇയ്യോബിന്റെ ജീവിതത്തിൽ വ്യാപരിച്ചത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിട്ടും എല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്നു ഇപ്പോ ഇല്ല എന്ന് പറയുന്ന വിഷയങ്ങളിൽ, കഴിഞ്ഞ നാളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്കില്ല, എന്റെ വീട്ടിലില്ല, അത് നഷ്ടമായി പോയെന്ന് പറയുന്നവരോട് കർത്താവിന്റെ ദൂത് വിളിച്ചു പറയുകയാണ്, ആ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. ആ ശക്തി വ്യാപരിക്കണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ, നീ പ്രാർത്ഥന പ്രാർത്ഥന പ്രാർത്ഥന. ഒന്നും കൂടെ പറഞ്ഞാൽ, നീന്റെ മധ്യസ്ഥ പ്രാർത്ഥന. ഇന്ന് മധ്യസ്ഥ അടച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അവസരം ലഭിക്കുമ്പോ എന്തിനാ മധ്യസ്ഥ അടയ്ക്കുന്നതെന്ന് ചോദിച്ച് പിന്മാറി നിൽക്കരുത്. ഇതിന്റെ ശക്തി തിരിച്ചറിയുന്നവരെ അവസരം ലഭിക്കുമ്പോൾ ചാടി വീണ് മധ്യസ്ഥ അടച്ച് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥനയുടെ സമയമൊക്കെ വെട്ടിച്ചെടുക്കുന്ന കൂട്ടത്തില്ല. കാരണം ആരെയും നിർബന്ധിക്കാൻ എനിക്ക് താല്പര്യമില്ല, ആരെയും നിർബന്ധിക്കാൻ താല്പര്യമില്ല. മനസ്സോടെ ചെയ്യുന്നവനെയാണ് കർത്താവ് അനുഗ്രഹിക്കുകയുള്ളൂ, മനസ്സോടെ. അതുകൊണ്ട് ഞാൻ പേര് പോലും പറയില്ല, കഴിയുന്നത്ര ആരെയും നിർബന്ധിക്കില്ല, പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ കാര്യത്തിൽ. എന്താ നിർബന്ധിക്കാത്തതിന് കാരണം? സ്തോത്രം, മനസ്സോടെ നീ മധ്യസ്ഥ അണയ്ക്കുകയാണെങ്കിൽ സ്തോത്രം, സ്ഥിതിക്ക് മാറ്റം വരും. ആദ്യ സ്ഥിതിക്ക നിന്റെ സിറ്റുവേഷന് മാറ്റം വരും. അവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. സ്ഥിതിക്ക് മാറ്റം വരുന്നല്ല എഴുതിയിരിക്കുന്നത്, സ്ഥിതിക്ക് ഭേദം വരുത്തിയെന്ന് എഴുതിയിരിക്കുന്നത്. ഭേദം എന്ന പദം ഉപയോഗിക്കുന്നത് രോഗസൗഖ്യത്തെയാ. രോഗം ഭേദമായി, രോഗം ഭേദമായി. ഇവിടെ വിളിച്ചു പറയട്ടെ, നീ നാളുകളായി അനുഭവിക്കുന്ന രോഗത്തെ ദൈവം കൺവെർട്ട് ചെയ്ത് സൗഖ്യമാക്കി മാറ്റാൻ പോകുക. രോഗം മാറി സൗഖ്യം. ഒന്നും കൂടെ പറഞ്ഞാൽ രോഗം മാറി ആരോഗ്യം. ഒന്നും കൂടെ പറഞ്ഞാൽ രോഗം മാറി ആയുസ് ദൈർഘ്യം ദൈവം കൺവെർട്ട് ചെയ്യാൻ പോവുക. ഓ ഓ ഹല്ലേലൂയ. എത്ര പേരെ ആഗ്രഹമുണ്ട്, കർത്താവേ ഈ പവർ എനിക്ക് ആവശ്യമുണ്ട്. എന്നാൽ ചിലർ രോഗാവസ്ഥ ക്ഷീണിപ്പിക്കുക. ഓ ഹല്ലേലൂയ. ഒരു വശം തളർത്താൻ ശ്രമിക്കുന്ന പോരുകൾ, ശരീരത്തെ പൂർണ്ണമായി ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ചില പോരുകൾ, തളർത്തിയിടുവാൻ ശ്രമിക്കുന്ന ദുഷ്ടവ്യാപാരങ്ങളൊക്കെ നിൽക്കുമ്പോ ദോഷം വിചാരിച്ച് സകല പോരുകളുമായി നിൽക്കുന്ന വ്യാപാര ശക്തികൾ വേലി വിളിച്ചകത്ത് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ, വേലി വിളിക്കുന്നത് ചിലത് നീ അനുഭവിക്കുക, നീ കുലുങ്ങുക, നീ വിറയ്ക്കുക, നിന്റെ ശരീരത്തിൽ ചിലത് അനുഭവിക്കുമ്പോൾ മനസ്സിലാക്കുക, ദുഷ്ടം വേലി വിളിച്ചോണ്ടിരിക്കുക. എന്നാൽ ഇപ്പോൾ നിനക്ക് ആവശ്യമായിട്ടുള്ളത് കൺവെർട്ടിംഗ് പവർ ഓഫ് ദ ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൺവെർട്ടിംഗ് പവർ, നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന, ചേഞ്ച് വരുത്താൻ കഴിയുന്ന, ദോഷത്തെ ചേഞ്ച് വരുത്താൻ കഴിയുന്ന പവർ ഇപ്പോൾ വ്യാപരിച്ചാൽ സ്തോത്രം, ശൂന്യമായ ഇടത്തിൽ നിന്ന് ശൂന്യമായ ആരോഗ്യത്തെ ദൈവം ഡബിൾ ആരോഗ്യമാക്കി മാറ്റും. അപ്പൊ ഒന്നാമത് ചെയ്യാൻ പോകുന്നത് ഭേദം വരുത്തുക. രണ്ട് സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അത് അവിടെ പറഞ്ഞത് അവന് ഉള്ളതൊക്കെയും ഇരട്ടിയായി കൊടുത്തു എന്ന് പറയുന്നത്. സാമ്പത്തിക മേഖലയിൽ ഡബിള് കേൾക്കുമ്പോഴേ നമുക്ക് പ്രയാസമാണ്, ചിലർക്കൊക്കെ ഭയങ്കര പ്രയാസമാണ്. അതെന്തോ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഉപദേശമായിട്ടൊക്കെ ചിലർ പറയാ. ദൈവമക്കളെ അങ്ങനെയൊന്നും അല്ല. ദൈവമക്കളെ നമുക്കുള്ള അനുഗ്രഹം തന്നെയാ ഇരട്ടിയായിട്ട് പറയുന്നത്. ഞാൻ പറയുന്നത് പഴയ നിയമ അനുഗ്രഹം ഇരട്ടിയായിട്ടേ കിട്ടുകയുള്ളൂ, പുതിയ നിയമ അനുഗ്രഹം ഇരട്ടിയൊന്നുമല്ല. 5000 മടങ്ങ് മിനിമം ലഭിക്കും. മനസ്സിലായോ? യേശു ക്രിസ്തുവിന്റെ കയ്യിൽ 5 അപ്പം കൊടുത്തപ്പോ അത് ഇരട്ടിയാകുമെന്നല്ല ചെയ്തത്, 10 അപ്പമായി മാറുമെന്നല്ല ചെയ്തത്. ഒന്ന് ഓർത്തു നോക്കിയേ, അത് 5000 വർദ്ധിച്ചു. 5 ടൈംസ് ഒന്നും അല്ലെന്ന്, 500 ടൈംസ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നതാണ് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ പവർ. വിശ്വസിക്കാമോ? ഒറ്റ കാര്യമേ ചെയ്തുള്ളൂ. ഈ വലിയ അത്ഭുതം നടക്കണമെങ്കിൽ, ഈ വലിയ വർധനവ് കിട്ടണമെങ്കിൽ, ഈ വലിയ അനുഗ്രഹത്തിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് സമർപ്പണം ഒന്നു മാത്രമാണ്. സമർപ്പിക്കാൻ നമുക്ക് കഴിയില്ല. എന്താ പ്രശ്നം? നമ്മളങ്ങ് ബുദ്ധി കൊണ്ടങ്ങ് ചിന്തിക്കും, ഇതൊന്നും വേണ്ട, ഇതൊക്കെ വെറും തരികിടയാ, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ബുദ്ധി കൊണ്ട് പറയും. അതിന് പകരം ഒരു കുഞ്ഞിനെ പോലെ, ഒരു ശിശു സമാനമായ മനസ്സോടെ കർത്താവേ യെസ് ഞാൻ സമർപ്പിക്കുന്നു. അങ്ങനെ സംഭവിക്കും. എന്റെ ദൈവം ഇരട്ടിയായിട്ടല്ല 5000 മടങ്ങ് തരാൻ. ഒന്നും കൂടെ പറഞ്ഞ 5000 കൊണ്ട് നിൽക്കുവോ? 5000 പുരുഷന്മാരുടെ കണക്കേ പറഞ്ഞിട്ടുള്ളൂ. പലരും പറയുന്നത് 25,000 എന്ന് പറയുന്നത്. ഒന്ന് ഓർത്തു നോക്കിയേ. ഒന്നും കൂടെ ഞാൻ പറയുകയാണെങ്കിൽ, എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, ആ വർധനവിന് അന്തമില്ല. എത്ര വേണോ അത്രയ്ക്കും വർദ്ധിച്ച് പെരുക്കം തരുന്ന ദൈവകൃപ.
ഇതാണ് ന്യൂ ടെസ്റ്റ്മെന്റിന്റെ കൃപ. ഇതാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യാപാരം. അപ്പൊ ഫിസിക്കലായ ചേഞ്ച് ദൈവം തരും, സാമ്പത്തിക മണ്ഡലത്തിൽ ദൈവം ചേഞ്ച് തരും, സ്പിരിച്വൽ ആയിട്ടുള്ള ചേഞ്ച് തരും. 3 ചേഞ്ച് അവിടെ ഇയ്യോബിന് ലഭിക്കുകയാണ്. സ്പിരിച്വൽ ചേഞ്ച് എന്താ? ഇപ്പൊ തന്റെ കാര്യമല്ല പ്രാർത്ഥിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ, സ്പിരിച്വൽ ചേഞ്ച് ഉണ്ടായോ? ഇയ്യോബിന്റെ പോലത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ട് സംഗതികളൊന്നും മാറാതിരുന്ന നമ്മുടെ ആത്മീയമായി വർദ്ധിക്കുമോ അത് നമ്മൾ ആത്മീയമായി ക്ഷീണിക്കുമോ? സത്യസന്ധമായിട്ട് പറഞ്ഞ ഒരാൾക്കും വിജയിക്കാൻ കഴിയില്ല. പ്രാർത്ഥനയൊക്കെ നിന്നു പോകേണ്ട സാഹചര്യ. എന്നാൽ ഇത് കൺവെർട്ട് ചെയ്തപ്പോ, സ്പിരിച്വൽ മേഖലയിൽ ഇതൊരു ചേഞ്ച് വരുത്തിയപ്പോ, ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി പകർന്നപ്പോ അവൻ പ്രാർത്ഥിച്ചു. അവന് വേണ്ടിയല്ല, സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്പിരിച്വൽ ആയിട്ട് ഡബിൾ പോർഷനാണ് ലഭിച്ചത്. ഡബിൾ പോർഷൻ. പഴയ നിയമത്തിലെ അനോയിൻമെന്റ് ഒക്കെ ഡബിളാ, ഇരട്ടിപ്പങ്ക് ആത്മാവ്, നിന്റെ ആത്മാവിന്റെ ഇരട്ടിപ്പങ്ക്. എന്നാൽ പുതിയ നിയമത്തിൽ പറയുമ്പോ ഇരട്ടിയൊന്നുമല്ല, തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ടൈംസ് ആണ് ലഭിക്കുന്നത്. 1000 മടങ്ങാണ് ദൈവം തരാൻ പോകുന്നത്. ഇത്ര വലിയ നന്മ വേണ്ടെന്ന് വെക്കല്ലേ, ഇത്ര വലിയ അനുഗ്രഹം വേണ്ടെന്ന് വെക്കല്ലേ. ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കണം. ഞാൻ ഒന്നും കൂടെ പറയാം. 38 വർഷം അന്ധകാര ശക്തി ഒരു വ്യക്തിയെ ബന്ധിച്ച് കിടക്കയിൽ കിടത്തിയിട്ടിരുന്നപ്പോ എന്റെ യേശു ചെന്നപ്പോ ആ ബന്ധത്തിനെ ഒന്ന് രൂപാന്തരം വരുത്തിയത് എങ്ങനെയാണെന്നറിയോ? മിനിറ്റുകൾക്കുള്ളിൽ കട്ടിലെടുത്ത് നടക്കുവാൻ തക്കവണ്ണം, കിടക്കെടുത്ത് നടക്കത്തക്കവണ്ണമുള്ള ആരോഗ്യം വരുത്തി മാറ്റിയെങ്കിൽ അതിന്റെ പേരാണ് ദൈവശക്തി. ഒന്നുകൂടെ പറയാം, പുതിയ നിയമത്തിന്റെ ശക്തി. ഒന്നും കൂടെ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി. സ്വർഗത്തിൽ നിന്ന് അയച്ചു തന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം, യേശു ക്രിസ്തുവിൽ വ്യാപരിച്ച അതേ ശക്തി. അതൊന്ന് വ്യാപരിച്ചാൽ മിനിറ്റ് മതി ദൂട്ടയന്ധകാരത്തിന്റെ ദോഷങ്ങളെ, ആ പ്രതിസന്ധികളെ മാറ്റി കൺവെർട്ട് ചെയ്യാൻ. ഇനി ഞാൻ പറയാം, ഏതാണ്ട് കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ 6000 ദുർഭൂത ശക്തികൾ ഒരു മനുഷ്യനെ കീഴടക്കി വെച്ച് ചതച്ച് അവന് ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ആ ദുഷ്ട അന്ധകാര വ്യാപാരത്തെ ഓടിച്ച് കളഞ്ഞ് അതിനെ പന്നികളിൽ കയറ്റി കടുംദുഃഖത്തോടെ അത് കടലിൽ പോയി ചത്ത് ആ ശക്തി ഇനി തിരിച്ചു വരാതെ വണ്ണം ഇല്ലാതെയാക്കി ആ മനുഷ്യനെ ദക്കപ്പൊലി ദേശത്തിന്റെ സെൻട്രൽ മിനിസ്റ്ററാക്കി മാറ്റുവാൻ മിനിറ്റുകൾ മതിയെന്ന് കർത്താവെ കൺവെർട്ട് ചെയ്യുക. ഒരു ഭൂതഗ്രസ്തനെ സെൻട്രൽ പാസ്റ്ററാക്കുന്ന ഒരു കൺവെർട്ടിംഗ് പവർ. സ്പിരിച്വൽ മേഖലയിലുള്ള കൺവെർഷൻ ഒന്ന് ഓർത്തു നോക്കി. ഫിസിക്കൽ മേഖലയിൽ 38 വർഷത്തെ ഫിസിക്കൽ ആയിട്ടുള്ള കണ്ടീഷനെ ചേഞ്ച് ആക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? 38 വർഷമായിട്ട് തലമുറ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾ, അവന്റെ പ്രായത്തിനനുസരിച്ച് ഈ വിഷയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുക, എനിക്കിതിനെ മാറ്റാൻ ഇന്ന് ഈ നിമിഷം മതി. വിശ്വസിക്കേ. നീ ഒന്ന് എന്താ എടുക്കേണ്ടത്? ഈ അവസ്ഥയെ ദൈവങ്ങളിലേക്ക് ഒന്ന് എടുത്തുപോക്ക്. പവറോടെ വ്യാപരിക്കുന്നുണ്ട്. നീ പറയുന്നു എനിക്ക് ശക്തിയില്ലെന്ന് പറയുമ്പോ കർത്താവ് പറയാ, നീ എഴുന്നേറ്റ് നടക്കാൻ ശക്തിയില്ലെന്ന് പറയുമ്പോ കർത്താവ് പറയാ, നിന്റെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ നീ ആയിരുന്ന അവസ്ഥയെ എടുത്തുപോക്കി നടക്കാൻ. സ്തോത്രം. ആ കിടക്കെടുത്ത് നടക്കുന്ന ശക്തിയോടെ വ്യാപരിക്കട്ടെ. 42-ാം അധ്യായം 12-ാം വാക്യം ഇയ്യോബിന്റെ പുസ്തകം വായിക്കുന്ന ഇങ്ങനെയാണ്: ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികം അനുഗ്രഹിച്ചു. പഴയ സിറ്റുവേഷൻ നോക്കേണ്ടെന്ന് കർത്താവ് പറഞ്ഞത്. ഈ കൺവെർട്ടിംഗ് പവറിന്റെ പവർ എന്ന് പറയൂ, ഓൾഡ് സിറ്റുവേഷനേക്കാൾ ഇനി വരാൻ പോകുന്ന സിറ്റുവേഷൻ, ഫ്യൂച്ചർ ഡബിൾ പോർഷനായിട്ട് അനുഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതൊക്കെ ഒന്ന് വായിച്ച് കുറെ കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. സമയത്തിന് ചുരുക്കം ഞാൻ ഒന്ന് ഓടിപ്പോകാൻ താല്പര്യപ്പെടുകയാണ്. ആ ഭാഗം വിട്ട് ഞാൻ ഓടിപ്പോവുകയാണ്. അപ്പൊ കർത്താവ് ഇത് കൺവെർട്ട് ചെയ്യാൻ പോവുക. എങ്ങനെ കൺവെർട്ട് ചെയ്യുന്നത്? നിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, നിന്റെ സ്പിരിച്വൽ ആയിട്ടുള്ള സിറ്റുവേഷൻ, നിന്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, ഇതിനെ 3നെയും കൺവെർട്ട് ചെയ്ത് ബ്ലെസ്സിങ്സിന്റെ 1000 ടൈംസ് ആയിട്ട് ചേഞ്ച് വരുത്തുവാൻ ആർക്കും കഴിയില്ല. ഇതിന് കഴിയുന്നത് ദൈവത്തിന്റെ ശക്തിക്ക് മാത്രമെന്ന് വിശ്വസിച്ച് ആമേൻ പറഞ്ഞാട്ടെ. സിറ്റുവേഷൻ ദൈവം ഒന്ന് മാറ്റി തരാൻ പോവുകയാണ്. സ്തോത്രം. ഞാൻ വേഗത്തിൽ 3-ാമത്തേൽ കിടക്കാം. സമയം ലഭിക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ പിന്നീട് വരാൻ കഴിയുന്നതാണ്. ഒരു ഭാഗം കൂടെ ഒന്ന് വായിച്ചു വിടണമെന്നൊരു താല്പര്യമുണ്ട്. ഇയ്യോബിന്റെ സിറ്റുവേഷൻ മാറിയ അനുഭവത്തെക്കുറിച്ച് 8-ാമത്തെ ഇയ്യോബിന്റെ പുസ്തകം 8-ന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഓടിച്ചു വായിക്കാം. നീ ദൈവത്തെ ശ്രദ്ധയോടെ അന്വേഷിക്കുകയും സർവശക്തനോട് അപേക്ഷിക്കുകയും ചെയ്താൽ, ശ്രദ്ധിക്കുക, എന്താ കാര്യം?
ശ്രദ്ധയോടെ അന്വേഷിക്കുക. ഇന്ന് ചെയ്യുന്ന കാര്യമാണ് ശ്രദ്ധയോടെ അന്വേഷിക്കുക. സർവശക്തനോട് അപേക്ഷിക്കുക. ഇന്നിത് മനസ്സിലാക്കി ഒന്ന് പ്രാർത്ഥിച്ചാൽ നീ നിർമ്മലനും നേരിടുള്ളവനുമെങ്കിൽ അവൻ ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. കർത്താവ് നിനക്ക് വേണ്ടി വേക്കപ്പ് ആവുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? നിന്റെ നീതിയുള്ള വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കും. നിന്റെ വീട്ടിനകത്ത് സിറ്റുവേഷൻ ചേഞ്ച് ചെയ്തു തരുമെന്ന്. ഇതാ യോബ് സംഭവിച്ചത്. യോബ് ഈ വാക്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. യോബിന് പറയാനുള്ള കാര്യം ഇതാ. യോബിന്റെ പുസ്തകം പ്രവർത്തിക്കുന്ന കാര്യം അതാ. ഇപ്പോൾ നിനക്ക് വേണ്ടി ഉണർന്നു വരും. എന്നിട്ടോ നിന്റെ വീട്ടിനകത്ത് യഥാസ്ഥാനം വരുത്തും. എവിടൊക്കെയാണോ മാറ്റം വന്നിട്ടുള്ളത് അതിനെ ദൈവം കൺവെർട്ട് ചെയ്തു തരും. നിന്റെ പൂർവസ്ഥിതി അല്പമായി തോന്നാനും നിന്റെ അന്ത്യസ്ഥിതി അതിമഹത്തായിരിക്കും. സ്തോത്രം. എൻഡ് ടൈം. ഇനി എൻഡ് ടൈമിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. എന്റെ ജീവിതാവസാനത്തിലേക്ക് പോവുക. അതിനു മുമ്പ് ചിലത് ദൈവം തരാൻ പോവുക. ചിലരുള്ള ദൂത, ആ ദൂത ഏറ്റെടുക്കാൻ പലരും വന്ന് ഇല്ലെങ്കിൽ പോലും ഞാൻ വിളിച്ചു പറയട്ടെ, ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, ഈ ദൂത് നിന്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്താൻ പോവുക. നിന്റെ ലാസ്റ്റ് ടൈമിനെ കുറിച്ച് നീ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുക. എന്തായിത്തീരും? ഇതിനൊരു പരിഹാരം വരുത്തിയിട്ട് എനിക്കൊന്ന് കണ്ണടച്ചാൽ മതിയായിരുന്നു. ഇത് ഇങ്ങനെയായിട്ട് പോകുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ ദൈവമേ. ഈ സിറ്റുവേഷൻ, എന്റെ വീട്ടിനകത്ത് ഈ സിറ്റുവേഷൻ ഒന്ന് മാറിക്കിട്ടണമെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന നിന്റെ നിലവിളി ദൈവം കേട്ടിട്ടുണ്ട്. നീ അതൊന്ന് അപേക്ഷിച്ചേ, ശ്രദ്ധയോടൊന്ന് അപേക്ഷിച്ചേ. കർത്താവ് എന്നോട് സംസാരിച്ചു, ഞാനത് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് ഒന്ന് ധൈര്യത്തോടെ അപേക്ഷിച്ചേ. നീ നിർമ്മലനും നേരിടുള്ളവനുമെങ്കിൽ, അതെ ഞാൻ കർത്താവെ ഭക്തിയോടെ ജീവിക്കുക, നീ ഒന്ന് കണക്കിടണമെന്ന് പറഞ്ഞാൽ അവൻ ഉണർന്നു വരും. നിന്റെ ഈ വിഷയത്തിന് വേണ്ടി അവൻ ഉണർന്നു വരും. ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. നിന്റെ വാസസ്ഥലത്തെ യഥാസ്ഥാനത്താക്കി തരും. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഒരു 4-5 മിനിറ്റെങ്കിലും മുന്നോട്ട് പോയെങ്കിലും പോവുകയാണെങ്കിൽ പോലും നമുക്ക് ചില കാര്യങ്ങൾ കൂടെ ഒന്ന് പറയണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. വേഗത്തിൽ പറയാം. മൂന്നാമത് ദൈവം ചെയ്യാൻ പോകുന്ന ആ കൺവെർട്ടിംഗ് പവർ എന്ന് ഞാൻ പറയാൻ പോവുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. 2 Kings chapter 6 verse 6. അത് എവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്ന് അത് എടുത്തുകൊള്ളുക എന്ന് അവൻ പറഞ്ഞു. അവൻ കൈനീട്ടി അതെടുത്തു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ ഒരു പദ്ധതി ഇങ്ങനെയാ. നഷ്ടപ്പെട്ടത് തിരികെ തരും. ഒന്നുകൂടെ പറഞ്ഞു പോയാൽ ഇവിടെ ദൈവം കൺവെർട്ട് ചെയ്യുന്ന എങ്ങനെ അറിയോ? താണു പോയതിനെ ഉയർത്തുന്ന പവർ. എങ്ങനെ ദൈവം ചെയ്യാൻ പോകുന്നത്? ചിലത് താണുപോയി, അല്ലെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞാൽ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ ഉയർത്തിയെടുത്ത് നിന്റെ കയ്യിൽ തിരികെ തരാൻ പോവുകയാണ്. ഗ്ലോറി. നഷ്ടപ്പെട്ടു പോയ, നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, ചോർന്നു പോയതിനെ ഉയർത്തിയെടുത്ത് വീണ്ടും തിരികെ തരാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ ഞാൻ പറയാം, നിനക്ക് ചില കൃപാവരങ്ങൾ ദൈവം തന്നിട്ടുണ്ടായിരുന്നു. ദർശനം, വെളിപ്പാട്, പ്രവചനവരം, രോഗശാന്തി, ഇങ്ങനെ പലതും നിന്റെ കയ്യിലുണ്ടായിരുന്നു. നീ പലപ്പോഴും വെട്ടിയപ്പോ, ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയപ്പോ ഊരിപ്പോയ, താണുപോയ, നഷ്ടപ്പെട്ടു പോയ ചില കൃപാവരങ്ങളെ ദൈവം വീണ്ടും ഉയർത്തി തരിക. ഈ വടിവെട്ടി എറിയുകയാണ്. ദൈവശക്തി ആവഹിക്കുന്ന തിരുവചനം വെട്ടി എറിയുകയാണ്. എവിടെ? ഇന്ന് പറഞ്ഞോളാം, കർത്താവേ എനിക്ക് നഷ്ടപ്പെട്ടത് ദർശനമാ, എനിക്ക് നഷ്ടപ്പെട്ടത് വെളിപ്പാടാ, കർത്താവേ നഷ്ടപ്പെട്ടത് രോഗശാന്തിയാ, നഷ്ടപ്പെട്ടത് എന്റെ ആത്മീക ജീവിതമാ. എന്താണോ അവിടേക്ക് നീ ഒന്ന് പറഞ്ഞേ. അത് ഉയർന്നു വരുന്ന ദിവസമായി ഇന്ന്. ഇപ്പോൾ തന്നെ, റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ ആ നഷ്ടമായതിനെ ഉയർത്തി തിരികെ നിന്റെ കയ്യിൽ തരുന്ന നിമിഷമത്ര ഇപ്പോൾ. ഒന്നുകൂടെ പറയാം, നഷ്ടമായതിനെ, താണുപോയതിനെ, നഷ്ടപ്പെട്ടു പോയതിനെ, ചോർന്നു പോയതിനെ ഉയർത്തി കൊണ്ടുവന്ന് നിന്റെ കരങ്ങളിലേക്ക് തന്നെ തിരികെ തരുന്ന ഈ പവർ എന്റെ കർത്താവിന്റെ കയ്യിലല്ലാതെ വേറെ എവിടെയും ഇല്ല. വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈ പവർ എനിക്ക് ആവശ്യമാണ്. 4-ാമത്തത് ഞാൻ വായിക്കാം. യെശയ്യാ പ്രവചനം 43-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. ഐസയ്യാ ചാപ്റ്റർ 43 വേഴ്സ് 4. നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം
ജാതികളെയും കൊടുക്കുന്നു. കർത്താവിന് ഒരു ആലോചന വ്യക്തിപരമായി പറയാനുണ്ട്, പേഴ്സണലായിട്ട്. കർത്താവ് നിന്നെ സ്നേഹിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നീ ഒരു മാനിനും വിലയേറിയവനുമായിട്ട് സ്നേഹിച്ചിരിക്കുക. ഞെട്ടിപ്പോയി ഞാൻ. എന്നെ ആളുകൾ കാണുന്നത് നിസ്സാരനായിട്ടും ഏതുമല്ലാത്തവനായിട്ടും ദുർബലനായിട്ടും അല്ല, ഒരു വിലയും ഇല്ലാതെ ആളുകൾ കാണുകയാണ്. എന്നാ കർത്താവ് പറയാ, ഞാൻ നിന്നെ സ്നേഹിച്ചപ്പോൾ നിന്നെ കാണുന്നത് നിന്നെ മാന്യനായിട്ടും വിലയുള്ളവനായിട്ടുമാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് നിനക്ക് പകരം ചിലത് തരാൻ പോവുകയാണ്. നിനക്ക് പകരം ദൈവം നേരത്തെ പോയത് തിരികെ തരികയായിരുന്നു ഒന്നാമത് നമ്മൾ കണ്ടത്. നഷ്ടപ്പെട്ടതിനെ പൊക്കിയെടുത്ത് തരിക. ഇവിടെ പറയാ, പോയത് പൊക്കോട്ടെ, പകരം ഓൾഡ് ടു ന്യൂ കൺവേർഷൻ പവറാണ്. പഴയത് പോയി പുത്തൻ തരാൻ പോവുക. പുതിയത് അതൊന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ? സ്തോത്രം. ഒന്നുകൂടെ ഞാൻ ആ ഭാഗത്തുനിന്ന് പറയാം. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും. ജോസഫിന് ഒരു വിലയും കൽപ്പിച്ചില്ല, പുല്ല് വില. അതുകൊണ്ട് എന്ത് ചെയ്തു? വേസ്റ്റ് ഇടുന്ന സ്ഥലത്തേക്ക്, പൊട്ടക്കിണറ്റിലേക്ക് ജോസഫിനെ വലിച്ചെറിഞ്ഞു. സഹോദരന്മാരെ, ഒരു വിലയും കൽപ്പിക്കാതെ ചീഞ്ഞളിയട്ടെ എന്നും പറഞ്ഞ് ഗാർബേജിലേക്ക് തള്ളി. ലോകം നമ്മെ തള്ളിയിരിക്കുന്നത് ഗാർബേജ് ആയിട്ടാണ്. നിന്നെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല, ഒന്നിനും കൊള്ളില്ലെന്ന് പറയുമ്പോൾ കർത്താവ് പറയാ, അതിനൊന്ന് കൺവെർട്ട് ചെയ്തു. അവരെ കൊണ്ട് തന്നെ വിലയിടിച്ചു. ആരെ വിലയിട്ടെന്നറിയാമോ? സുഗന്ധ വ്യാപാരികൾ. ഞാൻ അവിടുത്തെ സ്തുതിക്കുക. ചീഞ്ഞു നാടാൻ വേണ്ടി വിചാരിച്ചപ്പോ സുഗന്ധ വ്യാപാരികളെ കൊണ്ട്, ആ പദം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നിന്നെ ദുർഗന്ധമാക്കി മാറ്റാനായിട്ട് പലരും ദോഷം വിചാരിക്കുമ്പോ അതിനെ ദൈവം കൺവെർട്ട് ചെയ്യുന്നതിനറിയോ? സുഗന്ധമാക്കി മാറ്റിയിട്ട് നിന്നെ മാന്യനും വിലയുള്ളവനാക്കി മാറ്റിയിട്ട് കർത്താവ് എന്നെ കൺവെർട്ട് ചെയ്തിട്ട് പറഞ്ഞു, നിന്റെ വില 20 വെള്ളിക്കാശ്. ഓ, നീ എണ്ണി മേടിക്കടാ. നീ പറഞ്ഞു നിനക്കൊന്നും ഒരു വിലയില്ലാതിരിക്കുന്ന സമയത്ത്, നിനക്കൊന്നും ഒരു വിലയില്ലാതിരിക്കുമ്പോ ജോസഫിന് ഇപ്പൊ വിലയുണ്ട്. അവിടെ ഇരിക്കുന്ന ആ 11 പേർക്കും വിലയില്ലാതിരിക്കുമ്പോ ഒരുത്തിന് വിലയുണ്ട്. ആർക്കാ? ജോസഫിന്. ജോസഫിന്റെ വാല്യൂ നോക്ക്, 20 സിൽവർ കോയിൻ വിലയുണ്ട്. ഇത് ദൈവത്തിന്റെ കൺവെർട്ടിംഗ് പവറാ. ഓൾഡ് ന്യൂ ആക്കി മാറ്റാൻ കഴിയുന്ന പദ്ധതിയാ. ഇനി ഞാൻ ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ എടുത്ത് ഞാൻ പറയാം. ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു. അവിടെ വായിച്ചപ്പോ ഒരല്പം പ്രയാസമൊക്കെ തോന്നി. എന്താന്ന് മനസ്സിലായില്ല. 2 പദം എടുത്താൽ മതി. നിനക്ക് ദൈവം കൺവെർട്ട് ചെയ്ത് തരാൻ പോകുന്നത് ന്യൂ ലൈഫാണ് തരാൻ പോകുന്നത്. പുതുജീവൻ നിനക്ക് തരാൻ പോകുകയാണ്. ഈ പുതുജീവൻ നിനക്ക് കിട്ടുമ്പോ അതിന്റെ ഒരു പ്രത്യേകത, ഇതുവരെ നീ ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ ഇനി ദൈവം പറയാ, നിനക്ക് തരുന്ന ഈ എക്സ്ട്രാ ലൈഫ്, എക്സ്ട്രാ ആയുസ്, കൺവെർട്ട് ചെയ്ത് തരുന്ന എക്സ്ട്രാ ആയുസ്, അത് ഉപയോഗിച്ച് നീ മനുഷ്യരെയും ജാതികളെയൊക്കെ നിനക്ക് അവകാശമായി കിട്ടാൻ പോകുക. കാരണം എന്തിനാണെന്നറിയോ? നീ അങ്ങോട്ട് ചെല്ലുന്ന സമയത്ത് നിന്നെ അണിയിക്കുവാൻ നീതിയുടെ കിരീടം, ജീവകിരീടം ചിലത് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. കാരണം എന്താ? നീ വിലയുള്ളവനും മാന്യനുമാണ്. മാന്യനും വിലയുള്ളവനും എൻ്റെ അടുക്ക വീട്ടിലേക്ക് വരുമ്പോ നിന്നെ ഒന്ന് ആദരിക്കണം. അതിനു വേണ്ടിയാണ് ഈ കൺവെർട്ടിംഗ് പവർ ഇപ്പോൾ നിന്റെ വ്യാപരിക്കുന്നത്. കർത്താവേ, എനിക്ക് ആവശ്യമാണ്. ഞാൻ നിന്റെ വീടിന് വേണ്ടി നോക്കി കാത്തിരിക്കുക. ഞാൻ നിന്റെ വീട്ടിൽ എപ്പോൾ വരും? എപ്പോൾ മാൻ നീർ തോടിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്ന പോലെ എന്റെ ആത്മാവ് നിന്നോട് ചെല്ലുവാൻ കാക്ഷിച്ചോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാ. യെസ്. അപ്പൊ കർത്താവ് പറയാ, നീ വരുന്നതിന് മുമ്പ് നിന്നെ ആദരിക്കാൻ തക്കവണ്ണം നിനക്കൊരു ചേഞ്ച് തരാൻ പോകുക. നിന്നെ വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചത് വിലയേറിയവനും മാന്യനുമായിട്ടാ. അതുകൊണ്ട് നിനക്ക് ഇനി തരാൻ പോകുന്ന കുറച്ച് ദിവസങ്ങൾ എക്സ്ട്രാ തന്നിരിക്കുക, കുറച്ച് ഈ വർഷങ്ങൾ നിനക്ക് എക്സ്ട്രാ തന്നിരിക്കുക. പണ്ടേ നീ തട്ടിപ്പോകേണ്ടതായിരുന്നു. നിനക്ക് കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ച രോഗം മതിയായിരുന്നു, നീ വിട്ടുപോകേണ്ടതായിരുന്നു. എന്നാൽ എക്സ്ട്രാ ലൈഫ് തന്നിട്ട് നിന്നെ കൊണ്ട് ദൈവം കൺവെർട്ട് ചെയ്യാൻ പോവുക. ചില മനുഷ്യരെ, ചില ജാതികളെ നിനക്ക് തരാൻ പോവുക. നീ മൂലം ദൈവകൃപയിലേക്ക് നയിക്കപ്പെടുന്ന ചിലരെ ദൈവം ഒരുക്കാൻ പോവുക. സ്തോത്രം. ഈ പവർ ഏറ്റെടുക്കാമോ? സ്തോത്രം. ഏറെ നേരം എനിക്ക് അവിടെ നിൽക്കണം താല്പര്യമുണ്ടെങ്കിലും ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കട്ടെ. അതിനായി വിട്ടു തന്നിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഒരെണ്ണം കൂടെ പറഞ്ഞ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. റോമാലേഖനം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 4:4. എന്നാൽ പ്രവർത്തിക്കുന്നവനെ കൂലി കണക്കിടുന്നത്
കൃപയായിട്ടല്ല, കടമായിട്ടത്രേ. അവിടെ ദൈവം കൺവെർട്ട് ചെയ്യണമെന്നറിയോ? വേജസ് ടു ഡെപ്റ്റിലായിട്ട് കൺവെർട്ട് ചെയ്യുക. അതായത് കൂലിയെ കടമായിട്ട് കൺവെർട്ട് ചെയ്യും. എനിക്കിഷ്ടപ്പെട്ടില്ല. കൂലി അപ്പം കിട്ടുന്നതല്ലേ നല്ലത്. ദൈവത്തിന്റെ പദ്ധതി ചിലത് മനസ്സിലാകാതിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരാൻ പോകുകയാണ്. ഒന്ന് വിഭജിക്കട്ടെ, ഈ അപ്പത്തിൽ നിന്ന് വിഭജിക്കട്ടെ. കൂലി കർത്താവ് എന്ത് ചെയ്യാൻ പോവുകയാണ്? കടമായിട്ട് തരാൻ പോവുക. അതായത് നീ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു, ഒരു നന്മയും നിന്റെ ജീവിതത്തിലില്ല, ഒരു നന്മയും ജീവിതത്തിലില്ല. പകരം അത് ഞാൻ പിന്നെ തരാന്ന് പണിയെടുത്ത് കഴിഞ്ഞപ്പോൾ പറയാ, കർത്താവ് പറയാ അത് പിന്നെ തരാന്ന്. കഴിഞ്ഞ 10-25 വർഷം കർത്താവേ അങ്ങനെ വേലയ്ക്ക് വേണ്ടി ഞാൻ അധ്വാനിച്ചു, പാസ്റ്ററായിട്ട് ശുശ്രൂഷ ചെയ്തു. കഴിഞ്ഞ 10-25 വർഷമായി ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. എന്ത് നേടി എന്നൊക്കെ ഇടയ്ക്ക് ഞാൻ ചോദിച്ചിട്ടുണ്ട്. പത്രോസ് ചോദിച്ച പോലെ ഞാൻ നിങ്ങൾ സകലം വിട്ട് അനുഗമിച്ചു, എന്തുണ്ടായി എന്നൊക്കെ ചോദിക്കുമ്പോൾ കർത്താവ് പറയാ, മോനെ നിക്കണ മോനെ നിക്ക്, ഞാൻ അതൊക്കെ തരാം, അത് കടായിട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറയാ. കടായിട്ട്. ഓ, കടം തരുന്നൊരു ദിവസം തരാൻ പോവാ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അറിയോ? ഈ കടങ്ങളെ കൺവെർട്ട് ചെയ്ത് നിനക്ക് അത് പ്രോഫിറ്റായി ലൈഫ് ടൈം അച്ചീവ്മെന്റ് ആക്കി മാറ്റി തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഉദാഹരണം പറഞ്ഞ് വ്യക്തമാക്കിയിട്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. ചില മിനിറ്റുകൾ കൂടെ എന്നോട് കൂടി ഇരിപ്പാനായിട്ട് താല്പര്യപ്പെടുകയാണ്. മറ്റൊന്നുമല്ല, യേശുവിന്റെ ക്രൂശും ചുമന്ന് യേശു നടക്കുകയാണ്. ആ നടക്കുന്ന സമയത്ത് വീണ്ടും എഴുന്നേറ്റ് നടക്കുന്ന കണ്ടപ്പോ വയലിൽ നിന്ന് കയറി വരുന്ന കുറേനക്കാരനായ ശീമോനെ കണ്ടു. ക്രൂശ് ചുമപ്പാൻ നിർബന്ധിച്ചു. അവൻ ക്രൂശ് ചുമന്നു. പല ആശയങ്ങളും കുറേനക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. ചിലർ പറയുന്നത് കുറേനക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറുത്തവർഗക്കാരനാണ്. ചിലർ പറയുന്നത് അതുകൊണ്ട് അവനൊരു അടിമയായിരുന്നു, അതുകൊണ്ടാണ് അവനെ നിർബന്ധിച്ച് ഏൽപ്പിച്ചെന്ന് പറയുന്നു. എന്നാൽ വേറെ ചിലർ പറയുന്നു അവൻ കുറേനക്കാരനാണ്, അടിമയൊന്നും അല്ലായിരുന്നു, സ്വന്തമായിട്ട് നിലമുള്ളവനായിരുന്നു. ചിലർ പറയുന്നത് അവൻ അടിമയായിരുന്നു, അവന് സ്വത്തുമില്ല, ധനമില്ല, ഒന്നുമില്ല, ഒരു കുഞ്ഞ് ചെറ്റപ്പരയായിരുന്നു അവന്റെ ജീവിതം എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്. ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ശരിയാണെന്ന്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, വേദപുസ്തക തെളിവിൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ 2 തെളിവുകൾ ഞാൻ പറയാം. പുതിയ നിയമത്തിൽ ആദ്യം എഴുതിയ സുവിശേഷം ഏതാന്ന് ചോദിച്ചാൽ മാർക്കോസിന്റെ സുവിശേഷമാണ് ആദ്യം എഴുതിയത്. മാർക്കോസിന്റെ സുവിശേഷം എഴുതുമ്പോൾ സമയത്ത് മാർക്കോസ് എഴുതി വെച്ചു, കുറേനക്കാരനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് മാർക്കോസ് 15:21. അലക്സാണ്ടറിന്റെയും രൂഫോസിന്റെയും അപ്പനായി വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോനെ അവന്റെ ക്രൂശ് ചുമപ്പാൻ അവൻ നിർബന്ധിച്ചു. യേശു മരിച്ചു. AD 33 യേശു മരിച്ചു. ചില വർഷങ്ങൾ മുന്നോട്ട് പോയതിനു ശേഷമാണ് മർക്കോസിന്റെ സുവിശേഷം എഴുതിയത്. ആ സമയമായപ്പോഴേക്കും ഒരു കാര്യം അറിയാം, അന്നത്തെ ക്രൈസ്തവ ലോകം, ആത്മീക ലോകത്തിന് അറിയുന്ന 2 വ്യക്തികളുണ്ട്. അത് അലക്സാണ്ടറും രൂഫോസുമാണ്. അതുകൊണ്ടാണ് മർക്കോസ് എഴുതുമ്പോൾ പറഞ്ഞത് കുറേനക്കാരനെ നിങ്ങൾക്ക് പരിചയമില്ല, പക്ഷെ ഇന്ന് വലിയ പൊസിഷനിൽ ഇരിക്കുന്ന 2 പേരുണ്ട്. ഒന്ന് അലക്സാണ്ടർ, രൂഫോസ്. അവരുടെ അപ്പൻ, ആ അപ്പനായിരുന്നു ക്രൂശ് ചുമന്നത്. അന്ന് ഒന്നും കൊടുത്തില്ല, കടമായിട്ട് കൊടുത്തു. അത് കൺവെർട്ട് ചെയ്തപ്പോ തലമുറ മാറ്റം വന്നു. പലരും പറയുന്നത് അലക്സാണ്ടർ ഗവർണറായി മാറി എന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല, ആയിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് എല്ലാവരും അറിയാൻ തുടങ്ങിയത് അന്നത്തെ ഗവർണർ അലക്സാണ്ടർ ആണ്. രൂഫോസിനെ കുറിച്ച് റോമാലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്. 16:13 പറയുന്നത് രൂഫോസിനെ കുറിച്ച് പറയുന്നുണ്ട്. കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്ക് അമ്മയായ അവന്റെ അമ്മയെയും വന്ദനം ചെയ്യുവിൻ. ഓ, ഞാൻ ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് ആത്മീക ഗോളം മുഴുവൻ അറിയുക, രൂഫോസ് ക്രിസ്തുവിൽ പ്രസിദ്ധനാ. ചേട്ടൻ ഗവർണർ ആണെങ്കിൽ, അത് ശരിയാണെങ്കിൽ, അനിയൻ ക്രിസ്തുവിൽ പ്രസിദ്ധനായ ഒരു മിനിസ്റ്ററായി മാറിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ ശക്തി പ്രസരിക്കുന്നവനായി മാറി. അവന്റെ അമ്മ ശുശ്രൂഷക്കാരിയായി ലോകമറിയുന്നു, ആത്മീക ലോകമറിയുന്നു. ഓ, ഒന്ന് നോക്കിയേ, അന്നത്തെ കടം, ക്രൂശിന് ചുമല് കൊടുത്ത കടത്തെ കൺവെർട്ട് ചെയ്തപ്പോ ഒരു കുടുംബം മാറിയ സ്ഥിതി ഒന്ന് നോക്ക്. കർത്താവേ, ഈ ദിവസങ്ങൾ കർത്താവ് പറയാ, കഴിഞ്ഞ നാളുകളിൽ കർത്താവിന്റെ ക്രൂശിനെ ചുമല് കൊടുത്ത് സഹിച്ചില്ലേ, ചില അപമാനങ്ങൾ സഹിച്ചില്ലേ, യേശുവിന്റെ നാമനിമിത്തം
കർത്താവേ, എന്റെ സ്ഥിതി ഇങ്ങനെയായില്ലേ? ഓ, അവർ നിന്ദിക്കുന്നല്ലോ, അവരെന്നെ കുറിച്ച് പാഴിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞെങ്കിൽ കർത്താവ് തരാതിരുന്നത് അത് കടമായിട്ട് എണ്ണിയതാ. ആ കടം കർത്താവ് ഇപ്പോൾ ദാനമായി നൽകാൻ പോകുക, അവകാശമായി തരാൻ പോകുമ്പോ അത് അനുഭവിക്കുന്നത് നിന്റെ കുടുംബം മുഴുവനാ. നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും അനുഭവിക്കാൻ പോകുന്നത് ആ കടം. ഗ്ലോറി ഗ്ലോറി, തലമുറയ്ക്ക് വലിയ അനുഗ്രഹമായി നന്മയായി മാറിയെങ്കിൽ കർത്താവേ, ഈ പവർ എന്നിലൊന്ന് വ്യാപരിക്കണമേ. സ്തോത്രം. ഇനി എനിക്ക് ഒത്തിരി പറയാനുണ്ട്. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താൻ കഴിയുന്ന പവറാ, മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിയുന്ന പവറാ. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. ദൈവമക്കളെ, ഈ കൺവെർട്ടിംഗ് പവർ എന്റെ വീട്ടിലൊന്ന് വ്യാപരിക്കട്ടെ, എന്റെ വീട്ടിനകത്തൊന്ന് വ്യാപരിക്കട്ടെ, എന്റെ കുടുംബത്തിലൊന്ന് വ്യാപരിക്കട്ടെ, എന്റെ തലമുറയിലൊന്ന് വ്യാപരിക്കട്ടെ. ചിലതൊന്ന് കൺവെർഷൻ ആവശ്യമായിരിക്കുന്നതാ. കടമായി കിടക്കുന്നതിനെ കൺവെർട്ട് ചെയ്ത് ഹല്ലേലൂയ ധനമാക്കി മാറ്റി തരണമേ, ധനമാക്കി മാറ്റി തരണമേ. ആത്മീക നിക്ഷേപമാക്കി, ഭൗതിക നിക്ഷേപമാക്കി, ശാരീരിക നിക്ഷേപമാക്കി, ജീവനായി, സ്വത്തായി, ജീവനും ഭക്തിക്കും വേണ്ടുന്ന എല്ലാ നന്മയായി മാറ്റുവാൻ കഴിയുന്ന ദൈവകരം ചലിക്കട്ടെ. അതിനായി നമുക്ക് സമർപ്പിക്കാം, നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രാർത്ഥന മതി, ഒരു പ്രാർത്ഥന മതി. ഈ പവർ നമ്മിലേക്ക് വ്യാപരിക്കും. യോബിന്റെ ഒരു പ്രാർത്ഥന ശക്തിയായി വ്യാപരിച്ചെങ്കിൽ, കൺവെർട്ടിംഗ് പവർ അവന്റെ ജീവിതത്തിലേക്ക് വ്യാപരിച്ചെങ്കിൽ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ഒരു പ്രാർത്ഥന അവന്റെ കുടുംബത്തിനകത്ത് വ്യാപരിച്ചപ്പോ പലതും മാറ്റം വരുത്തിയെങ്കിൽ, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ കണ്ണുകളടച്ച് ഒരു മനസ്സോടൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ പവർ എന്റെ വീട്ടിലേക്കൊന്ന് വ്യാപരിക്കട്ടെ. ചില കടങ്ങളെ ധനമാക്കി മാറ്റുന്ന പവർ ഒന്ന് വ്യാപരിക്കട്ടെ. രോഗത്തെ ഭേദമാക്കുന്ന പവറായി മാറട്ടെ. ഫിസിക്കൽ സ്റ്റേറ്റിലെ സ്തോത്രം, ഫൈനാൻഷ്യൽ സ്റ്റേറ്റിലെ എല്ലാം മാറ്റം വരുത്താൻ കഴിയുന്ന ദൈവശക്തിയായി വ്യാപരിക്കാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. സ്തോത്രം.